ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് കണവ കണവയാണ്. 2 കിലോ കണവ നമുക്ക് വൃത്തിയാക്കി നമുക്കൊന്ന് ബിരിയാണി വയ്ക്കാം. അതിനുവേണ്ടി നമുക്ക് വൃത്തിയാക്കി എടുക്കാം. കൂന്തളും മീനെല്ലാം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണവ. നമുക്ക് ഇനി അരിയിൽ വെള്ളം വീത്തി വയ്ക്കാം. നമുക്ക് ബിരിയാണി അരിയിൽ കുറച്ച് നേരം വെള്ളം വീത്തി നമുക്ക് കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കാം. ബിരിയാണിക്കുള്ള കൂന്തളിൽ നമ്മൾ ഇടാൻ പോണത് മഞ്ഞപ്പൊടി ആവശ്യത്തിന്, മുളക് പൊടി, പിന്നെ നമ്മൾ ഇടാൻ പോണത് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മൾ ഇടാൻ പോണത് ശകലം കറി മസാല പൊടി, നമുക്കതൊരു 10 മിനിറ്റ് ഇതിന് പുരട്ടി വെക്കാം. എന്നിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം. ഒരു അരമുറി നാരങ്ങ നീരും കൂടെ, അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നമ്മൾ പിഴിഞ്ഞെടുത്തതാണ്. ഇനി ഒരു 10 മിനിറ്റ് വെച്ചിരിക്കാം. നമ്മുടെ അടുപ്പ് പറ്റിച്ച് നമുക്ക് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും മൂപ്പിച്ചെടുക്കാം. വെളിച്ചെണ്ണ വീത്തി നമുക്ക് അതിലോട്ട് ഇനി മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പും മൂപ്പിച്ച് മാറ്റാം. മുന്തിരിങ്ങയിട്ട് ഞാൻ അതുകൂടെ മുട്ടിച്ചെടുക്കാം. ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുന്നത്. നമ്മൾ കൂന്തളെന്നാണ് പറയുന്നത്, കണവ എന്നും പറയും. നമുക്കിനി ഉള്ളി നീട്ടിട്ട് കോരിയെടുക്കാം. 2-3 കറിവേപ്പിലയും കൂടെ നമ്മൾ അതിലിട്ട് മൂപ്പിക്കാൻ വേണ്ടി. നമ്മുടെ ഉള്ളി കോരിയ എണ്ണയിൽ തന്നെ ആ കൂന്തൾ വാരിയിട്ട് നമ്മൾ പൊരിക്കും. പക്ഷേ കൂന്തൾ പൊരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, അടച്ചിട്ടാണ് പൊരിക്കേണ്ടത്, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അങ്ങനെ നമ്മൾ പൊരിച്ചത് മാറ്റി കണവ വയ്ക്കാൻ പോവാണ്. തോനെയൊന്നും മൂക്കണ്ട. നമ്മൾ ആ ഉള്ളി പൊരിച്ച എണ്ണയിൽ തന്നെ നമ്മളിനി സവാള മൂപ്പിക്കാൻ പോവാണ് കറി വയ്ക്കാൻ വേണ്ടി. പെരുംജീരകം, സവാള, അത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് ഉപ്പ്, നമ്മൾ നേരത്തെ അതിൽ പുരട്ടിയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് ഇടാവുള്ളൂ. ഉപ്പിട്ട് ഇനി നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ് ചെയ്തത്, കറിവേപ്പില, നമുക്കത് നല്ലോണം ഒന്നിനി വാട്ടിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം മൂക്കാറായിട്ടുണ്ട്. മൂത്തതിന് ശേഷം നമുക്ക് അതിൽ തക്കാളിക്ക് ഇട്ട് കൊടുക്കാൻ 2 എണ്ണം. തക്കാളിക്ക് 2 എണ്ണം ഇട്ട് കൊടുത്ത് ഇനി അതും കൂടെ വാടട്ടൊന്ന്. മഞ്ഞപ്പൊടി ആവശ്യത്തിന്, മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, കുരുമുളക് പൊടി, കറി മസാല പൊടി. നമുക്കൊന്ന് ഇതിൻ്റെ പച്ചക്കാരം പോണത് വരെ ഒന്ന് ഇളക്കിയിട്ട് വേവിക്കാം. തൈര്, കുറച്ച് തൈര് നമ്മളത് എടുത്ത് അതും കൂടെ വീത്തുന്നു. ആ കൂന്തളും കൂടെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇത് ചെറിയ തീയിലിട്ട് അടച്ച് വേവിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ചോറിൻ്റെ ഇത് നോക്കാം. നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ട് ചെറിയ തീയിൽ അപ്പുറത്തെ ആ അടുപ്പിൽ തന്നെ അങ്ങ് വെച്ചിരിക്കാം. നമുക്ക് എന്നിട്ട് ചോറിൻ്റെ പരിപാടി ഇനി നോക്കാം.
നമുക്ക് വെളിച്ചെണ്ണ വീത്താം. വെളിച്ചെണ്ണ കുറച്ച് വീത്തിയിട്ട് നമുക്ക് പട്ടയും ഗ്രാമ്പും തൈക്കോലും എല്ലാം കൂടെ ഇട്ട് വെള്ളം വീത്തി നമുക്കൊന്ന് തിളയ്ക്കാം. കുറച്ച് നെയ്യും കൂടെ വീത്താം. പട്ട, ഗ്രാമ്പ്, തൈക്കോലം, വെള്ളം, അത് നല്ലോണം ഒന്ന് മൂക്കട്ടെ കേട്ടോ. തൈക്കോലും ഇതെല്ലാം കൂടെ, ജീരകവും കരിജീരകവും, വെള്ളം ഒരു കിലോ അരിക്ക് 1.5 മുന്ത വെള്ളം, വലിയ മുന്തയ്ക്ക്. വെള്ളം തിളക്കട്ട്. നമുക്ക് എന്നിട്ട് ഈ കൊവുത്ത് വെച്ചിരിക്കുന്ന അരി എടുത്ത് അരി തിളച്ചതിന് ശേഷം ഇടാം. അടച്ചിട്ട് തിളപ്പിക്കാം. ഉപ്പും കൂടെ ഇടാം നമുക്ക് ആ വെള്ളത്തിൽ ആവശ്യത്തിന്. അങ്ങനെ നമ്മൾ വെള്ളമെല്ലാം തിളച്ച് നല്ല നെയ്യൊക്കെ നല്ലോണം വീട്ടിയതെല്ലാം നല്ല നിറമൊക്കെ ആയി. നമുക്ക് ഈ അരി ഇട്ട് നമുക്കിനി ഇത് അടച്ചിട്ട് വേവിക്കാം ഇളക്കിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി ചോറ് റെഡിയായി. നമുക്ക് കുറച്ചൊന്നും കോരി മാറ്റാം. നമ്മളെ കൂന്തൾ കുറച്ച് നമുക്ക് അതിലോട്ട് കോരി ഇടാം. നമുക്കിതിലോട്ട് ദമ്മിട്ടയിലേക്ക് ചോറിടാം. സവാളയൊക്കെ മൂപ്പിച്ച് വെച്ചത് അതും കൂടെ നമുക്കിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇടാം. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, മല്ലിയില, കുറച്ച് നെയ്യും കൂടെ വീത്താം. നമുക്ക് കുറച്ച് നെയ്യും കൂടെ വീട്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ദമ്മിട്ട് വെച്ചിരിക്കാം. കുറച്ച് നെയ്യും കൂടെ വീത്തി ശകലം നമ്മൾ എസൻസും കൂടെ വീത്തി നമുക്ക് അടച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ദമ്മ് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ